റോഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രേപ്പ് വൈനാണ് ഉണ്ടാക്കുന്നത്. 3 ദിവസം കൊണ്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രേപ്പ് വൈൻ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഞാൻ എടുക്കുന്നത് ഇൻഗ്രീഡിയൻസ് 1 കിലോ കറുത്ത മുന്തിരിങ്ങ, സീഡ്സ് ഉള്ള കറുത്ത മുന്തിരിങ്ങയാണ് വൈനിന് സാറിന് എടുക്കാറുള്ളൂ. 1 കിലോ മുന്തിരിങ്ങ എടുക്കുമ്പം അതിനൊരു 3/4 കിലോ തൊട്ട് 1 കിലോ വരെ പഞ്ചസാര എടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റീൽ പാത്രത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്കപ്പം ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് വെന്ത് നമുക്കെടുക്കാം. അപ്പോൾ നമുക്ക് 1 കിലോ മുന്തിരിങ്ങ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ടു. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ ഇത് ഇളക്കുന്നതിനൊക്കെ നമ്മൾ ഒരു തവിയെ ഉപയോഗിക്കാവൂ. ഈ മുന്തിരിങ്ങ ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വാലയ്ക്ക് വെച്ച് അതിൻ്റെ എല്ലാം നനവും ഒക്കെ മാറ്റി ഒക്കെ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ തിളപ്പിച്ച് വെച്ചു, കാരണം നമുക്ക് സമയ ലാഭമുണ്ട്, എല്ലാം ഉണ്ട്. കെറ്റിലിൽ 2 ലിറ്റർ വെള്ളമെടുത്ത് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ തിളപ്പിക്കണം. തിളച്ചതാണ്, അപ്പോൾ എളുപ്പം തിളച്ച് വരും. നമുക്ക് ഒന്ന് തിളക്കട്ടെ. നല്ലതുപോലെ ഇത് തിളച്ച് വന്നു. ഈ തിളച്ച് വന്ന ഈ മുന്തിരിങ്ങയുടെ ഇതിലേക്ക് ഒരു 3 ഏലക്കായും ഒരു 3 ഗ്രാമ്പും കൂടി ഇടുക. കറുവാപ്പട്ട അങ്ങനത്തെ ഒന്നും ഞാൻ ഇടുന്നില്ല. ഇത് കഴുകി ഞാൻ വെച്ചിരുന്നതാണ്. ഇത് 3 എണ്ണം ഇതിനകത്തേക്ക് ഇടുക. അതിൽ കിടന്ന് വെന്ത് അതിൻ്റെ ആ രുചി ഇറങ്ങും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 3/4 കിലോ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരം വേണമെന്നോ കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് മധുരം കൂട്ടാം. ഇത് ധാരാളമാണ്. ഇപ്പം ഞാൻ ഏതാണ്ട് 1/2 കിലോ മതിയായിരുന്നു. ഞാനൊരു 3/4 കിലോളം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഈ മുന്തിരിങ്ങ വെന്ത് അതിൻ്റെ എല്ലാ സത്തും ഇറങ്ങുന്നിടം വരെ നമുക്ക് വേവിക്കാം. ഇപ്പോഴേ നല്ല കളറാണിതിന്. അത് ഈ കറുത്ത മുന്തിരിങ്ങയാണ്, കറുപ്പും പിങ്ക് നിറവും കൂടെ ചേർന്ന് ഈ മുന്തിരിങ്ങയാണ് വൈനിന് ഉപയോഗിക്കുന്നത്. എനിക്ക് ആ വൈൻ തന്നെ നല്ല കളറാണ്, ഇപ്പോഴേ ആയിക്കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ വെന്ത് ഇതെല്ലാം നമുക്ക് ഉടച്ചു കൊടുക്കണം. മനസ്സിലായോ? തൊലിയുടെ നിറം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നിറമായില്ലേ? മുന്തിരിങ്ങയിലേക്ക് നോക്കിയാൽ നല്ല കളറാണ്. ഒന്നും ചേർത്തല്ല. ചിലരൊക്കെ ബീട്രൂട്ടും ഒക്കെ ചേർക്കും. നമ്മൾ ഈ മുന്തിരിങ്ങ ഇപ്പം ഇതിനകത്തുള്ളത് 1 കിലോ മുന്തിരിങ്ങ, ഒരു 3/4 കിലോ തൊട്ട് 1 കിലോ പഞ്ചസാര വരെ, ഒരു 3 ഗ്രാമ്പൂ, ഒരു 3 ഏലക്ക, ഇത്രയും 2 ലിറ്റർ വെള്ളം. ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചത് നമുക്ക് എളുപ്പം തിളച്ച് വരാൻ വേണ്ടിയാണ്. 2 ലിറ്റർ വെള്ളവും ഒഴിച്ച് തിളപ്പിച്ചതൊന്ന് വെന്തെടുക്കുകയാണ്. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടയ്ക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഉടച്ചു നോക്കാം. ഇത് തീ കുറച്ചുണ്ട്, ഇത് ഉടയുമോ നോക്കാം. ഒന്ന് കണ്ടോ? അത് ഉടഞ്ഞു വന്നാലേ അതിനകത്തെ ആ മുഴുവൻ ജ്യൂസും നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം തന്നെ നല്ല ഒരു കളർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. ഈ തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്ത് നമുക്ക് ഈസ്റ്റ് നമുക്കുണ്ടാക്കി ഒഴിക്കാനുള്ളതാണ്. ഇത് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് മുന്തിരിങ്ങ തണുക്കാനായിട്ട് വെച്ചു. ഈ സമയത്ത് നമുക്ക് ഈസ്റ്റ് ഒന്ന് ഉണ്ടാക്കാം. ഈസ്റ്റ് ഇതിനകത്ത് തണുത്ത് കഴിഞ്ഞ് ചേർക്കാനുള്ളതാണ്. ഒരു 1/2 കപ്പ് വാം വാട്ടർ, ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഏതുമാകാം, ഇൻസ്റ്റൻറ്റ് ഇതുമാകാം, അല്ലെങ്കിൽ ബോൾ പോലുള്ള ഏത് ടൈപ്പ് വേണേലും ആകാം. 1 ടീസ്പൂൺ പഞ്ചസാര നല്ലതുപോലെ ഇളക്കുക.
നല്ലതുപോലെ ഇത് ഇളക്കി ഒരു 8 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നതിനായിട്ട്, അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുന്നതിനായിട്ട് നമുക്ക് വെക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഏത് ഈസ്റ്റ് വേണേലും ആകാം, ഒരു അരക്കപ്പ് എന്ന് പറഞ്ഞാൽ 125 ml ഉള്ളത്. ഇത് വെള്ളത്തിൽ നമുക്കിത് ഒരു 8 മിനിറ്റ് വെക്കാം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന വൈൻ നല്ലതുപോലെ തണുത്തു. ഇനി നമുക്ക് കുപ്പി ഭരണിയോ അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ഭരണിയിലോ, എനിക്ക് ഇത്രയും ഇച്ചിരി വലിയ ഭരണിയാണ് ഉള്ളത്, അപ്പോൾ അത് എത്ര ഒഴിച്ചാലും അത് ഈസ്റ്റും കൂടെ ചേർക്കുമ്പോൾ പൊങ്ങി വരുമൊന്നുമില്ല. നമ്മൾ കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് 8 മിനിറ്റ് കഴിഞ്ഞിരുന്ന ഈസ്റ്റാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലതുപോലെ ഇളക്കുക. ഈ വൈൻ നമ്മൾ 3-ാമത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാം. നല്ല സൂപ്പർ വൈനായിരിക്കും. നാളെ വൈകിട്ടും നാളെ കഴിഞ്ഞും നമ്മളെടുത്ത് ഇതൊന്ന് ഇളക്കി വെക്കും. നമുക്കപ്പം ഈ ഭരണിയിലേക്ക് ഈ വൈൻ ഒഴിച്ച് വെക്കാം. അടപ്പ് ഒത്തിരി മുറുകയും ചെയ്യരുത്. ഇതിപ്പം ഒരുമാതിരി ഇത്തിരി വലിയ ഭരണി ആയതുകൊണ്ട് ഇതിന് പരയിടമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച്, ടൈറ്റ് ആകുന്നില്ല, അത് ലൂസായിട്ടുള്ള അടപ്പാണ്. ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഞാനതിന് ഒരു തുണിയുണ്ട്, ഇത് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് ഇട്ട് വെക്കാം. നമ്മളൊരു ഭരണിയിൽ ഇത് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് നാളെ നമ്മളെടുത്തൊന്ന് ഇളക്കും. നാളെ കഴിഞ്ഞ് ഒന്ന് എടുത്തിളക്കി 3-ാമത്തെ ദിവസം നമുക്കിത് അരിച്ച് കുപ്പിയിലാക്കാം. ഓക്കെ, നാളെ നമുക്ക് വീണ്ടും ഇത് ചെയ്യാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇൻസ്റ്റൻറ്റ് ഗ്രേപ്പ് വൈനാണിത്. ഇത് നല്ല സ്മെല്ലും വൈൻ്റെ എല്ലാം ഇതിനുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. സൂപ്പർ വൈനാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.